ഈ ഒരു തക്കാളി വെച്ച് 8ന്റെയും 16ന്റെയും പണി ഒന്നിച്ച് കിട്ടുന്ന ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല. നമ്മ മുമ്പേ ഉണ്ടാക്കിയ തക്കാളി ചെറുതായിട്ടൊന്ന് പെയിന്റ് അടിക്കാന്ന് വിചാരിച്ചതാ. സത്യം പറയട്ടെ, എനിക്കറിയത്തില്ലായിരുന്നു ഇതുവരെ ഉണങ്ങിയിട്ടില്ല എന്ന്. ഞാൻ കുറേ കോട്ട് പെയിന്റ് അടിച്ചിട്ടും ഒരു തുള്ളി പോലും പെയിന്റ് അതിന്റെ ബോഡിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇത് ഉണങ്ങണ്ട. എന്റെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി പറഞ്ഞാണ് ഇപ്പോഴേ അത് പെയിന്റ് അടിക്കാൻ പാടില്ല, 2-3 ദിവസമെങ്കിലും ഉണങ്ങാൻ വെക്കണം. എന്റെ മനസ്സിലാണെങ്കിൽ ഒറ്റ ചിന്ത മാത്രമേ എങ്ങനെയെങ്കിലും നിങ്ങൾ എല്ലാവരും ഈ പെയിന്റ് അടിച്ചത് കാണിക്കണം. ഞാനാണെങ്കിൽ കുറച്ച് പണി പെട്ടിട്ടാണെങ്കിലും എങ്ങനെയൊക്കെയോ കവറാക്കി എടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഫൈൻ ലുക്ക് കണ്ടിട്ട് എനിക്കെങ്കിലും കുറച്ചെങ്കിലും ഇഷ്ടമാണെന്നേ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ എന്റെ ഒരു എഫേർട്ടിന് എന്തായാലും ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യും വേണം. ഞാൻ ചെയ്യാൻ പറഞ്ഞതിന്റെ മെയിൻ റീസൺ ഇതുപോലത്തെ തള്ളിപ്പൊളി ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടം പോലെ വരും. അപ്പൊ കണ്ടിട്ട് പഠിക്കാന്നില്ലെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. ഞാനാണ് വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പൊ ഇന്ന് തക്കാളി ഉണ്ടാക്കി. അപ്പൊ നാളെ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ഇപ്പൊ തന്നെ കമന്റ് ചെയ്തു. ഞാൻ വിചാരിച്ചു എന്റെ തക്കാളി കൊളായി പോന്നു. സത്യം പറയട്ടെ, എനിക്ക് നല്ല രീതിക്ക് എന്റെ തക്കാളി ഇഷ്ടപ്പെട്ടായിരുന്നു. എന്നെ പോലെ തന്നെ നിങ്ങൾക്കും കുറച്ചെങ്കിലും എന്റെ തക്കാളി ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി വെക്കാൻ മറക്കണ്ട. അത്രയല്ലേ ഗൈസ്, ബൈ.